വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഹിസ്റ്ററി ബൈ നാസർ ഖാലിദ്. അപ്പൊ നമ്മളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസും അതുപോലെ ഒട്ടനവധി പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് PYQs ആണ്. അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ മറ്റെല്ലാ പരീക്ഷകളും ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള PYQs ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ തന്നെ 2022 ചോദിച്ച ഒരു PYQ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ അവിടെ ശ്രദ്ധിച്ചേ, ആദ്യ ചോദ്യം നോക്കിയേ. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? അപ്പൊ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി അംബേദ്കർ, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ഡി വിവേകാനന്ദൻ. ഉത്തരം അറിയാമോ? അതെ, ഒത്തിരി പേർക്ക് ഉത്തരം അറിയായിരിക്കും. അതിന്റെ ഉത്തരം എന്താണ്? അംബേദ്കർ ആണ്. ഇനി അറിഞ്ഞൂടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്ത് അംബേദ്കർ ആണ് ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിശദാംശം നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്തൊക്കെയാണ് അംബേദ്കറെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം റിവിഷൻ ആയിട്ട് ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ തീർച്ചയായും ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം അംബേദ്കറിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കാം, ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്? ഇന്ത്യൻ ഭരണഘടന ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഏറ്റവും അറിയേണ്ട മറ്റൊരു കാര്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുപോലെ തന്നെ ആധുനിക മനു അല്ലെങ്കിൽ ആധുനിക ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പൊ ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് 1891 ഏപ്രിൽ 14 അപ്പൊ അദ്ദേഹം ജനിച്ച വർഷം 1891 ഏപ്രിൽ 14 ഇനി അദ്ദേഹം ജനിച്ച ഗ്രാമം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ മോ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച ഗ്രാമം മധ്യപ്രദേശിലെ മോ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോകുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങൾ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ്. അപ്പൊ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി അദ്ദേഹത്തെ ബാബാ സാഹിബ് അംബേദ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. അപ്പൊ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം എന്താണ്? ബാബാ സാഹിബ് അംബേദ്കർ. അത് മാത്രമല്ല എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെ, ഇന്ത്യയിലെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയും ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാനുമായിരുന്നു ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മഹർ പ്രസ്ഥാനം രൂപം നൽകിയ വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പൊ എന്താണ് മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇനി അദ്ദേഹം ഏത് ഒരു പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. അംബേദ്കർ ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. അപ്പൊ അംബേദ്കർ ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ്? ബഹിഷ്കൃത ഹിതകാരിണി സഭ. 1924 ആ സംഘടന സ്ഥാപിക്കപ്പെട്ടത്. ഇനി അദ്ദേഹം ഒരു ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചു. 1955 ആ സഭ സ്ഥാപിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചു. 1955 സ്ഥാപിച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം. ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിക്കപ്പെട്ടത് 1924 ഓർത്തു വയ്ക്കാം. ഇനി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം, അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മുഖ് നായക് അതുപോലെ ബഹിഷ്കൃത ഭാരത്. എന്താണ് മുഖ് നായക് അതുപോലെ ബഹിഷ്കൃത ഭാരതം അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനങ്ങളെന്ന് ഓർത്തു വയ്ക്കാം. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അംബേദ്കർ ആരംഭിച്ച പത്രം ഏതാണെന്ന് വെച്ചാൽ മുഖ് നായക് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മുഖ് നായകും ബഹിഷ്കൃത ഭാരതമായതിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം എന്ന് പറയുക. അതില് മുഖ് നായക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരംഭിച്ച പത്രമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആരംഭിച്ച പത്രം ഏതാണെന്ന് വെച്ചാൽ മുഖ് നായക് ആണ്. അദ്ദേഹത്തെ പ്രസിദ്ധീകരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മുഖ് നായകും ബഹിഷ്കൃത ഭാരതം. ഇനി അദ്ദേഹം 1956 ഡിസംബർ 6 അന്തരിച്ചു. അപ്പൊ 1956 ഡിസംബർ 6 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പൊ 1956 ഡിസംബർ 6 അംബേദ്കർ അന്തരിക്കുന്നു. അതിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ചൈത്യഭൂമിയാണ്. അപ്പൊ ഇതിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ഏതാണ്? ചൈത്യഭൂമി എന്നാണ്. ഇനി
അദ്ദേഹത്തെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. അപ്പൊ അംബേദ്കർ ചരമദിനമായ ഡിസംബർ 6 എന്ത് ദിവസമായി ആചരിക്കുന്നു? മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നു. മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അംബേദ്കറിന്റെ, അല്ലെ? അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നു. ഓർത്തുവെക്കാം. ഇനി ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആരാണ്? ഗാന്ധിജിയാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്തുവെക്കാം. ഇനി 1990 അദ്ദേഹത്തിന് ഭാരതരത്ന മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതത്തിന് ലഭിക്കുന്നത്. 1990 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതത്തിന് ലഭിക്കുന്നതെന്ന് ഓർത്തുവെക്കാം. ഇനി ബാബാ സാഹിബ് അംബേദ്കർ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പൂർണ്ണനാമമാണ് ബാബാ സാഹിബ് അംബേദ്കർ എന്ന് ഓർത്തുവെക്കാം. ഇനി അദ്ദേഹം ഒരു നാഷണൽ മെമ്മോറിയൽ, അദ്ദേഹത്തിന് ഡോക്ടർ അംബേദ്കറിന്റെ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി, ഡോക്ടർ അംബേദ്കറിന്റെ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി അവിടെ ന്യൂഡൽഹിയിലാണെന്ന് ഓർത്തുവെക്കാം. ഡോക്ടർ അംബേദ്കറിന്റെ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ന്യൂഡൽഹിയിലാണ്. ഇനി അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട്, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൊരു നാണയം പുറത്തിറക്കി. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകം, ഡോക്ടർ ബി ആർ അംബേദ്കറിനോടുള്ള ആദര സൂചകമായിട്ട് 2015 അദ്ദേഹത്തിന്റെ 125ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 10 രൂപയുടെയും 125 രൂപയുടെയും നാണയങ്ങളാണ് പുറത്തിറക്കിയതും കൂടെ ഓർത്തുവെക്കുക. അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് നമുക്ക് അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ നാഗ്പൂറാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഭാരതീയ ബുദ്ധ മഹാസഭ സ്ഥാപിച്ചു 1955 ഇപ്പൊ ബുദ്ധമതം അദ്ദേഹം സ്വീകരിച്ചു. ആ ഒരു സ്ഥലം, ബുദ്ധമതം സ്വീകരിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നാഗ്പൂർ ആണെന്ന് കൂടെ ഓർത്തുവെക്കാം. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, അംബേദ്കറും ഗാന്ധിജിയും ചേർന്ന് ഏർവാദ ജയിലിൽ വെച്ച് പൂനാ കരാർ ഒപ്പുവെച്ചത് എന്നാണ് ചോദിച്ചാൽ 1932 സെപ്റ്റംബർ 24. 1932 സെപ്റ്റംബർ 24 പൂനാ കരാറിൽ ഒപ്പുവെക്കുന്നത്. ഏർവാദ ജയിലിൽ വെച്ച് അംബേദ്കറും ഗാന്ധിജിയും ചേർന്നാണ് 1932 സെപ്റ്റംബർ 24 ഒപ്പുവെക്കുന്നത് കൂടെ ഓർത്തുവെക്കും. അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും കൂടെ നോക്കിപ്പോവാം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ അംബേദ്കറിന്റെ പ്രധാന കൃതികളിൽ വെയിറ്റിംഗ് ഫോർ വിസ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പിന്നെ മറ്റുള്ള കൃതികൾ ഏതെന്ന് വെച്ചാൽ ദ അൺടച്ചബിൾസ്, ബുദ്ധ ഓർ കാൾ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ മുതലായവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതിന് വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കൂടി ഓർത്തുവെക്കുക. അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചുള്ള മാക്സിമം പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിട്ട് പോകാം. ഇവിടെ അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് രാജാറാം മോഹൻ റോയെ കുറിച്ചാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമുക്കൊരു അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് വേണം. അപ്പൊ അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ ഇവിടെ രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്? അപ്പൊ നോക്കാം, രാജാറാം മോഹൻ റോയെ കുറിച്ച് നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. അത്തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത്. അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തിന് നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, അതുപോലെ തന്നെ ഇന്ത്യൻ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നും ആരറിയപ്പെടുന്നു? രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെ വിശേഷിപ്പിച്ചു? മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്റ്റലൻ എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് സുഭാഷ് ചന്ദ്രബോസ് അത്തരത്തിൽ വിശേഷിപ്പിച്ചത്. രാജാറാം മോഹൻ റോയെ സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്റ്റലൻ എന്ന് ഓർത്തുവെക്കുക. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത് 1772 മെയ് 22 ആണ്. അപ്പൊ 72 മെയ് 22. അപ്പൊ 1772 മെയ് 22 രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിക്കുന്നത്.
ഇനി റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ ഒരു മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ. അപ്പൊ റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ രണ്ടാമൻ എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അദ്ദേഹം 1815 ഒരു സംഘടന സ്ഥാപിച്ചു, അതാണ് ആത്മീയ സഭ. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ എന്ന് ഓർത്തുവയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ആരാണ് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതും ആയതിനാണ് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി 1822 ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ 1822 ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അദ്ദേഹം 1815 ഒരു സംഘടന സ്ഥാപിച്ചത്, അത് ആത്മീയ സഭയാണ്. ഇനി അദ്ദേഹം ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ചൂണ്ടിക്കാട്ടി അതിന്റെ ഭാഗമായിട്ട് 1822 ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചു. ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചു. അത് ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളാണ്. അത് ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1822 ഇവിടെ ഓർത്തു വെക്കുക. ഇനി 1823 പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ പറഞ്ഞു ദേശീയ പത്രപ്രവർത്തനത്തിന് സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം 1823 പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ്. ഈ 1825 കൽക്കട്ടയിലെ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് ആരാണ് വെച്ചാൽ രാജാറാം മോഹൻ റോയ്. അപ്പം 1825 കൽക്കട്ടയിലെ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പങ്കെടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പങ്കുവച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ ഒന്നും കൂടെ ഓർത്തു വെക്കാം. 1815 അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു, ആത്മീയ സഭ. ഇനി 1822 ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 1822 അദ്ദേഹം ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി. ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. ഇനി 1823 പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ പോരാടി. ഇനി 1825 കൽക്കട്ടയിലെ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കുവഹിച്ച ഒരു പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ സതി സമ്പ്രദായത്തിനെതിരെയുള്ള നിയമം പാസാക്കാൻ വില്യം ബെനഡിക്ട് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകുന്ന വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി സ്വത്തിന്മേൽ അവർക്ക് അവകാശം നൽകാമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇനി വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെ പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പൊ വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളും ബംഗാളിൽ പരിഭാഷപ്പെടുത്തിയ അല്ലെങ്കിൽ അതിന്റെ പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയ് ആണ് വേദങ്ങളും അതുമായി പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളെ പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനി 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചു. 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി 1833 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് അമോസ്വേൽ സെമിത്തേരിയാണ്. അമോസ്വേൽ സെമിത്തേരിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് ഓർത്തുവയ്ക്കുക. അപ്പം അദ്ദേഹം സതി സമ്പ്രദായത്തിനെതിരെ അതിന്റെ നിയമം പാസ്സാക്കാൻ വേണ്ടി വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ സ്വത്തിന്മേൽ അവകാശം നൽകുമെന്ന് വാദിച്ചു. അതുപോലെ വേദങ്ങളും അതുമായി ബന്ധപ്പെട്ട 5 ഉപനിഷത്തുകളും ബംഗാളിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ സ്ഥാപിച്ചു. ഇനി 1833 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അദ്ദേഹം അന്തരിച്ച സ്ഥലം അന്ത്യവിശ്രമ സ്ഥലം അദ്ദേഹം അന്തരിച്ചത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. ഇനി അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് അമോസ് വാലി സെമിത്തേരിയാണ്. അമോസ് വാലി സെമിത്തേരിയാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം എന്ന് ഓർത്തുവയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
പിന്നെ മാത്രമല്ല നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാം. അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച മാസിക നമ്മൾ നോക്കണം. അതാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ ആണ്. രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണിക്കൽ മാഗസിൻ ആണ്. 1821 അപ്പൊ ബ്രാഹ്മണിക്കൽ മാസിക ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചതാണ് 1821 ഓർത്തു വെക്കുക. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അത് 1822 അപ്പൊ 1821 അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു മാസിക ആരംഭിച്ചത്. അതാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. ഇനി 1822 അദ്ദേഹം ഒരു പേർഷ്യൻ ഭാഷയിൽ ഒരു പത്രം ആരംഭിച്ചു. അതാണ് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ ആരുടെ കൃതിയാണ്? പേർഷ്യൻ ഭാഷയിലെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. 1822 21 ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്നും കൂടെ ഓർത്തു വെക്കാം. ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. അപ്പൊ ബംഗാളിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ആണ്. 1829 അതേ ബംഗാളിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. 1829 ഇനി സംവാദ് കൗമുദി പത്രം പ്രസിദ്ധീകരിച്ച ആരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. അപ്പൊ സംവാദ് കൗമുദി പത്രം പ്രസിദ്ധീകരിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1815 അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിക്കേണ്ടത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. അതാണ് വേദാന്ത ഗ്രന്ഥം. അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു കൃതിയാണ് വേദാന്ത ഗ്രന്ഥം. 1815 ആ കൃതി അദ്ദേഹം എഴുതിയത്. വേദാന്ത ഗ്രന്ഥം എന്നാണ് ആ കൃതിയുടെ പേര്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒന്നും കൂടെ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണിക്കൽ മാഗസിൻ ആണ്. 1821 ഓർത്തു വയ്ക്കുക. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. 1822 ഇനി അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസ്ഥാനമാണ് ബംഗദൂത്. 1829 ഇനി സംവാദ് കൗമുദി എന്ന പത്രം ആരുടെ പ്രസിദ്ധീകരിച്ചാണെന്ന് വെച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് 1815 വേദാന്ത ഗ്രന്ഥം എന്ന് അദ്ദേഹം ഒരു കൃതി രചിച്ചിട്ട് 1815 വേദാന്ത ഗ്രന്ഥം. ഇത്രയുമാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വസ്തുതകൾ. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഈ ഓപ്ഷനിൽ നമ്മൾ അംബേദ്കറിനെ കുറിച്ച് മനസ്സിലാക്കി. അംബേദ്കർ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ജാതി വ്യവസ്ഥയുടെ ഉന്മൂലനമല്ല മറ്റൊന്നിനും അടിച്ചമർത്തപ്പെട്ട ജാതി ജനതയെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടതെന്ന് വെച്ചാൽ അംബേദ്കർ ആണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ രാജാറാം മോഹൻ റോയെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് വിവേകാനന്ദ്. എന്താണ്? വിവേകാനന്ദ്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ജനനം 1863 ജനുവരി 12. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനം 1984 മുതൽ അതിന്റെ ജന്മദിനം ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1963 ജനുവരി 12. ജനുവരി 12 ഇപ്പോൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1984 മുതലാണ് ഇത് ദേശീയ യുവജന ദിനമായിട്ട് ജനുവരി 12 ആചരിക്കാൻ തുടങ്ങിയത്. ഇനി അതിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജന്മസ്ഥലം കൊൽക്കത്തയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞാൽ നരേന്ദ്രനാഥ് ദത്ത. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്തയാണെന്ന് കൂടെ ഓർത്തു വെക്കാം. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് വിവേകാനന്ദ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് വിവേകാനന്ദ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ആരാണ്? വിവേകാനന്ദനെ കുറിച്ചാണ് അല്ലെ. അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12. അദ്ദേഹത്തിന്റെ ജന്മദിനം 1984 മുതൽ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12. അപ്പൊ ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12 ഓർത്തു വയ്ക്കാം. ഇനി അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്തയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. ഇനി അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് വിവേകാനന്ദ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വയ്ക്കാം. ഈ വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ്. അപ്പൊ വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് വിവേകാനന്ദ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇനി അതുപോലെ തന്നെ വിവേകാനന്ദന് വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ് ഓർത്തു വയ്ക്കുക. അപ്പൊ രണ്ട് വിശേഷം മനസ്സിലായല്ലോ. അപ്പൊ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു, അത് വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ് ആണ്. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസയും കണ്ടുമുട്ടിയ വർഷം എന്ന് പറയുന്നത് 1881 ആണ്.
വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ കണ്ടുമുട്ടിയ വർഷം എന്ന് പറയുന്നത് 1881. ഇനി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1892. ഈ പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക. 1892 വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത്. വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലം എന്ന് പറയുന്നത് സെക്കന്ദരാബാദാണ് 1893. അപ്പൊ 3 വർഷം നമ്മളിവിടെ പഠിച്ചു. വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം, ശ്രീരാമകൃഷ്ണ പരമഹംസരും കണ്ടുമുട്ടിയ വർഷം, ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദൻ കണ്ടുമുട്ടിയ വർഷം എന്ന് പറയുന്നത് 1881. 1881. ഇനി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം എന്നാണ്? 1892 വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നത്. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടുമുട്ടിയ വർഷം 1881. കേരളം വിവേകാനന്ദൻ സന്ദർശിക്കുന്ന വർഷം 1892. ഇനി വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലം ഏതാണ്? സെക്കന്ദരാബാദിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പൊതുപ്രഭാഷണം നടത്തിയത്. അത് 1893 ഓർത്തുവെക്കാം. ഇനി ചിക്കാഗോ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ ആരാണ്? വിവേകാനന്ദൻ പങ്കെടുത്തു. അത് എന്നാണ്? 1893 സെപ്റ്റംബർ 11. അപ്പൊ 1881 ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടുമുട്ടി. 1892 കേരളം സന്ദർശിച്ചു. 1893 ആദ്യ പൊതുപ്രഭാഷണം സെക്കന്ദരാബാദിൽ അദ്ദേഹം നടത്തി. 1893 സെപ്റ്റംബർ 11 അദ്ദേഹം ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തു. ചിക്കാഗോയിൽ വെച്ച ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11 ഓർത്തുവെക്കുക. 1893 സെപ്റ്റംബർ 11 ആ ഒരു വർഷം ഓർത്തുവെക്കണം. അടുത്തത് ചിക്കാഗോ മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്ത മലയാളി ആരാണ്? ചിക്കാഗോ മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്ത മലയാളി ആരാണ്? രാജാ രവിവർമ്മ. ആരാണ്? രാജാ രവിവർമ്മ. ഇനി സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം. അപ്പൊ അദ്ദേഹത്തെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിവേകാനന്ദനെ വില്യം ജെയിംസ് ആണ് അദ്ദേഹത്തെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം 1894. അപ്പൊ 1894 അദ്ദേഹം വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചു 1894. ഇനി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം. ശ്രീരാമകൃഷ്ണ ആശ്രമം വിവേകാനന്ദൻ സ്ഥാപിക്കുകയുണ്ടായി. അത് 1897. അപ്പൊ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നത് 1897. ഇനി വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചതോ 1894 ഓർത്തുവെക്കാം. ഇനി ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച ഏത് വർഷമാണ്? 1897 സ്ഥാപിച്ചത്. ഈ ആശ്രമത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലൂർ മഠം, പശ്ചിമ ബംഗാൾ. അപ്പൊ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠത്തിലാണെന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത് സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പൊ അദ്ദേഹത്തിന് കണ്ടുമുട്ടിയ വർഷം 1881. അദ്ദേഹത്തിന്റെ ഗുരു ആണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പൊ ശ്രീരാമകൃഷ്ണ ആശ്രമം അദ്ദേഹം സ്ഥാപിച്ചത് 1897. അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠമാണെന്ന് ഓർത്തുവെക്കാം. ഇനി സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ എന്ന് പറഞ്ഞ ശരത്ചന്ദ്രഗുപ്തനാണ്. ശരത്ചന്ദ്രഗുപ്തനാണ് സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ. ഇനി അദ്ദേഹത്തിന് ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യയായ വനിതയാണ് സിസ്റ്റർ നിവേദിത. വിവേകാനന്ദ ശിഷ്യ ആരായിരുന്നു? സിസ്റ്റർ നിവേദിത. വിവേകാനന്ദ ശിഷ്യയായിരുന്ന വനിത സിസ്റ്റർ നിവേദിതയാണ്. ഈ സിസ്റ്റർ നിവേദിതയുടെ 2 അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. സിസ്റ്റർ നിവേദിത യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ ആണ്. അപ്പൊ മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നറിയപ്പെടുന്ന ആരാണ്? സിസ്റ്റർ നിവേദിതയാണ്. അവർ വിവേകാനന്ദന്റെ ശിഷ്യയായ വനിതയായിരുന്നു. ഇനി അടുത്തത് സിസ്റ്റർ നിവേദിത ശിഷ്യത്വം സ്വീകരിച്ച ഒരു തമിഴ് കവി ഉണ്ടായിരുന്നു. സിസ്റ്റർ നിവേദിത ശിഷ്യത്വം സ്വീകരിച്ച ഒരു തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ 2 അഡീഷണൽ പോയിന്റ് നമ്മളോട് നോക്കി. നമ്മൾ മനസ്സിലാക്കിയത് വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യനാണ് ശരത്ചന്ദ്ര ഗുപ്തനാണ്. ഇനി ആദ്യത്തെ വനിതയായ ശിഷ്യ ആരാണെന്ന് വെച്ചാൽ സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാർഗരറ്റ് എലിസബത്ത് നോബിൾ ആണ്. ഇനി സിസ്റ്റർ നിവേദിത ശിഷ്യത്വം സ്വീകരിച്ച ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒരു തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി എന്ന് ഓർത്തുവെക്കാം. ഇനി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരതം. വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണ്? പ്രബുദ്ധ ഭാരതം. ഈ വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. എന്താണ്? വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ്. ഇനി അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരതം. വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതം. അദ്ദേഹം ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ എന്ന് ഓർത്തുവെക്കാം. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ പ്രസിദ്ധമായ പുസ്തകമാണെന്ന് ഓർത്തുവെക്കാം. അപ്പൊ അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരതം. ഇനി അദ്ദേഹം ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. അദ്ദേഹത്തെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന് ഉള്ളത്.
ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്ത വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. അതായത് ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കൂ. എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കൂ. അപ്പൊ വേദത്തിലെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ നോക്കാം. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. അത് പ്രധാനപ്പെട്ട കൃതികളാണ്. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ യോഗ എന്ന് അവസാനിക്കുന്ന ആരുടെ കൃതിയാണെന്ന് ഓർത്തു വയ്ക്കുക. വിവേകാനന്ദ കൃതികളാണ്. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. അപ്പൊ പ്രസിദ്ധമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിൽ വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുക. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. കേരള വിവേകാനന്ദ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇത് അഡീഷണൽ പോയിന്റ് ആണ്, വിവേകാനന്ദ ബന്ധപ്പെട്ടതല്ല. കേരള വിവേകാനന്ദ അറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. അപ്പൊ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനാണ് ആഗമാനന്ദ സ്വാമികൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേരളത്തെ വിവേകാനന്ദ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ വിവേകാനന്ദനെ കുറിച്ച് രണ്ടു മൂന്ന് വാക്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. ഇത്രയും ക്ലിയർ ആയോ? അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചക്രവാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദൻ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചക്രവാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്ത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആ വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അല്ലെ, കേരളത്തെ ഭ്രാന്താലയം വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇനി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമതയുടെയും കൂടിച്ചേരാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും ആര് തന്നെയാണ്? സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ എന്താണ്? ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനിച്ച വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, ഡിഗ്രി പ്രിലിംസിന് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്ത്. ആ ക്വസ്റ്റ്യന് ഒരു PYQ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും ഡിസ്കസ് ചെയ്ത് ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് ഇത്തരം ക്ലാസ്സുകളിലൂടെയാണ്. അപ്പം ഇനി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും മാക്സിമം പോയിന്റ്സ് നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സിലൂടെ ലഭിക്കും. അപ്പം മാക്സിമം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.